അപ്പോൾ സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ പഴയ ഒരു വീഞ്ഞ് പുതിയൊരു കുപ്പിയിലാക്കി കൊണ്ടുവരാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം മെയ് മാസം മുതൽ നമ്മളെ ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് ടോട്ടലി മാറാൻ പോവാണ്. ജസ്റ്റ് ഒരു എച്ചിട്ട് കൊടുക്കുക, അതേപോലെ തന്നെ കുറച്ച് സമയം റോഡിൽ ഓടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൈസൻസ് കിട്ടുമായിരുന്നു പാസ്സായി കഴിഞ്ഞാൽ. പക്ഷേ നമ്മുടെ പുതിയ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ സാർ വന്നിട്ട് പുതിയ ഒരുപാട് അമെൻമെൻറ്റ് വരുത്തിയിട്ടുണ്ട്. എന്തായാലും 100% പേഴ്സണലി ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാണ്. കാരണം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 70% ആളുകൾക്കും ഡ്രൈവിംഗ് അറിയാത്തവർക്ക്, അഥവാ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിക്കാൻ അറിയും എന്നുള്ളവർക്കൊക്കെ ലൈസൻസ് കൊടുക്കുന്ന ഒരു സമ്പ്രദായമായിരുന്നു ഇത്രയും കാലം. അതെന്തായാലും ഇനി നടപ്പില്ല. കാരണം H എന്ന് പറഞ്ഞ സംവിധാനം എടുത്തു കളയാണ്. ഇനി വരാൻ പോകുന്നത് വേറെ ലെവലാണ്. ഞാനിവിടെ ഒരു ചെറിയൊരു മാതൃക കൊടുക്കാം സ്ക്രീനിൽ. അതാണ് ഇനി വരാൻ പോകുന്നത്. അത് വലിയൊരു കയറ്റം, അവിടെ വണ്ടി നിർത്തിയിട്ട് അതിന് ശേഷം രണ്ടാമതും വലിപ്പിച്ചെടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നല്ല അടിപൊളി മാറ്റമാണ് മൂപ്പർ എന്തായാലും കൊണ്ടുവന്നിട്ടുള്ളത്. അതെന്തായാലും സപ്പോർട്ടാണ്. അപ്പോൾ എങ്ങനെ നല്ലൊരു കയറ്റത്ത് വെച്ച് നമുക്ക് വണ്ടി ഒരു തരി പോലും അല്ലെങ്കിൽ ഒരു ഇഞ്ച് പോലും പുറത്തേക്ക് ഇറങ്ങാതെ എങ്ങനെ വണ്ടി എടുക്കാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം 3 തരത്തിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ഒന്ന്, പുതിയ വണ്ടിയാണെന്നെങ്കിൽ ഹാൻഡ് ബ്രേക്കിൽ വണ്ടി ലോഡ് ചെയ്തിട്ട് നേരെ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ വർഷങ്ങളുടെ എക്സ്പീരിയൻസുള്ള ഡ്രൈവർമാരാണെന്നുണ്ടെങ്കിൽ ഏത് കയറ്റത്തിലും അവർക്ക് വല്ലാതെ വണ്ടി താഴേക്ക് ഇറങ്ങാതെ അവർക്ക് കൊടുക്കാൻ പറ്റും. അങ്ങനത്തെ 1-2 കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. അറിയുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിട്ടോ, നോ പ്രോബ്ലം. അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടി എന്തായാലും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ഏതൊക്കെയാണ് ഐറ്റം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. 3 തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഏതൊക്കെയാണെന്നുള്ളത് ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നമ്മളിതാ വലിയൊരു കയറ്റത്തിലാട്ടോ വണ്ടി കൊടുത്ത് നിർത്തിയിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊടികുത്തിമല കയറുന്ന കയറ്റാണ്. അത്യാവശ്യം നല്ല കയറ്റാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാൻ വേണ്ടി പോണത്. ഓക്കെ. ഞാനും നമ്മളുടെ സുഹൃത്തിൻ്റെ വണ്ടി കൊണ്ട് നേരെ അങ്ങോട്ട് പോകുന്നതാണ്. ഇതാണ് ആ കയറ്റം. അത്യാവശ്യം നല്ല കയറ്റാണ്. ഇനി എങ്ങനെ ആ ഒരു 2-3 വിധത്തിലുള്ള സംഭവം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. എല്ലാവർക്കും അറിയാം പക്ഷേ ഇപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഒരുപാട് പ്രസക്തി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഓക്കെ, എങ്ങനെയെന്നുള്ളത് കാണിച്ചു തരാം. ഇപ്പോൾ ഓക്കെ, വണ്ടി ന്യൂട്രലാണ്. നമ്മൾ ബ്രേക്ക് ചവിട്ടിയിട്ടാണ് വണ്ടി നിർത്തിയിട്ടുള്ളത്. ന്യൂട്രലാണ്. കാലെടുത്തു. ഇനി വണ്ടിനെ നമ്മൾ ഹാൻഡ് ബ്രേക്കിൽ ലോഡ് ചെയ്യാൻ പോകട്ടോ. ഇപ്പോൾ വണ്ടി ഹാൻഡ് ബ്രേക്ക് ലോഡാണ്. ടോപ്പ് ലോഡ്, നല്ല ലോഡാണ്. നമ്മൾ എന്ത് ചെയ്തു, വണ്ടി ബ്രേക്കിൽ നിന്ന് കാലെടുത്തു. വണ്ടിക്ക് മൂവിങ് ഇല്ല. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടാവും വണ്ടി നിൽക്കുന്നുണ്ട്. നോക്കിക്കോ, ബ്രേക്കിൽ ഞാൻ ചവിട്ടിയിട്ടില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലച്ച് ചവിട്ടുന്നു. ഗിയർ ഫസ്റ്റ് ഗിയറിലാണ്. വണ്ടി ആക്സിലേറ്റർ കൊടുക്കുന്നു. വണ്ടി അത്യാവശ്യം നല്ല ഇങ്ങനെ റേസിങ് വരുന്ന സമയത്ത്, നല്ല കുഴപ്പമില്ലാത്ത റേസിങ് വരുന്ന സമയത്ത് മെല്ലെ നമ്മൾ എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് മെല്ലെ ലോഡ് ഒഴിവാക്കുക. വണ്ടി ഒരു തരി പോലും പുറകോട്ട് പോകില്ല. വണ്ടി മൂവ് ചെയ്യുന്നു. ശരിക്ക് കാണാം. ഇതാണ് ഒരു മെത്തേഡ്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ മെത്തേഡ് എത്രത്തോളം RTO സമ്മതിക്കും എന്നുള്ളത് അറിയില്ല. കാരണം ഹാൻഡ് ബ്രേക്കിൽ ലോഡ് ചെയ്ത് കയറാൻ പറ്റൂല എന്നുള്ളത് അറിയില്ല. ഇനി അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിട്ട് ചെയ്യേണ്ട പരിപാടി, അഥവാ ഡ്രൈവർമാർക്ക് അറിഞ്ഞിരിക്കേണ്ട നല്ല എക്സ്പീരിയൻസ് ഡ്രൈവർമാർ ചെയ്യുന്ന പരിപാടിയാണ് അടുത്തത്. ഒരു തരി പോലും നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഒന്നും യൂസ് ചെയ്യുന്നില്ല, കാലിൻ്റെ ബാലൻസിങ്ങിൽ മാത്രം. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഹാൻഡ് ബ്രേക്ക് ഫുൾ ഫ്രീ ആണ്, ഒന്നും ചെയ്തിട്ടില്ല. വണ്ടി ന്യൂട്രലാണ്. അതേപോലെ തന്നെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചും എടുത്തിട്ടുണ്ട്. കാരണം ന്യൂട്രലാണല്ലോ, ക്ലച്ചിൻ്റെ ആവശ്യമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇനിയിപ്പോൾ നല്ല അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യാൻ പോണേ. വണ്ടി വെറും ക്ലച്ചിൽ ലോഡ് ചെയ്ത് നിർത്തുന്നത്. അപ്പോൾ അത്യാവശ്യം വണ്ടി ഓടിച്ച് പരിചയമുള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പുതിയ സംവിധാനത്തിൽ ഒരു കയറ്റം അവിടുന്ന് വണ്ടി നിർത്തി എടുക്കണം എന്നൊക്കെ പറയാണ്ടായ കാരണം. അത്യാവശ്യം എക്സ്പീരിയൻസ് ആയ ആളുകൾക്ക് മാത്രമേ അത് പറ്റുള്ളൂ. വണ്ടി ഓടിച്ച് തഴകിയ ആളുകൾക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഗിയറിലിടുന്നു. നോക്കിക്കോട്ടോ, അത്യാവശ്യം പെട്ടെന്നൊന്നും പറ്റിക്കോളൊന്നുമില്ല. നമ്മൾ വീഡിയോക്ക് അനുസരിച്ച് വേറെ സെറ്റപ്പിൽ ഇങ്ങനെ ചെയ്യാണ്. ഇതൊക്കെ ഞാൻ ഇപ്പോൾ ക്ലച്ച് മെല്ലെ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. ബ്രേക്ക് മുതൽ ഞാൻ കാലെടുത്തിട്ടുണ്ട്. വണ്ടി ഒരു തരി പോലും വണ്ടി അനങ്ങില്ല കേട്ടോ. ഗിയറിലാണ്. വണ്ടി മുമ്പോട്ടെന്നല്ലാതെ ഒരിക്കലും പുറകോട്ട് ഇറങ്ങൂല. അത് നമ്മൾ എക്സ്പീരിയൻസ് ആക്കണം, പഠിച്ച് എടുക്കന്നെ വേണം, യാതൊരു സംശയമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യണു, ക്ലച്ച് ഏകദേശം ക്ലച്ച് ചവിട്ടുമ്പോൾ നോക്കിക്കോ, ക്ലച്ച് ഒന്നുകൂടിയും അടിയിലേക്ക് അമർത്തി ചവിട്ടുമ്പോൾ വണ്ടി പുറകോട്ട് പോകണം കേട്ടോ. മനസ്സിലായോ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ക്ലച്ച് അത് നമ്മളെ കാലിൽ പിന്നെ അങ്ങനെ പഠിച്ചെടുക്കന്നെ വേണം. ഇപ്പോൾ ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ക്ലച്ച് അങ്ങനെ മെല്ലെ മൂവ് ചെയ്യണം. വണ്ടി പുറകോട്ട് പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഞാൻ കാലെടുത്തു, വണ്ടി അനങ്ങുന്നില്ലല്ലോ. എന്നിട്ട് നേരെ ആക്സിലേറ്റർ കൊടുക്കുന്നു, വണ്ടി നേരെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇത് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആളുകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുന്ന കേസാട്ടോ. ഇതെന്തായാലും പഠിച്ചിരിക്കണം. കാരണം എന്താ വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഹാൻഡ് ബ്രേക്കിൽ ലോഡ് ചെയ്യുന്ന ഐഡിയ ഒരു പക്ഷേ RTO സമ്മതിച്ചോളണം എന്നില്ല. പക്ഷേ ഇത് എന്തായാലും പഠിക്കണം. അത്യാവശ്യം നല്ല പ്രാക്ടീസ് ചെയ്താൽ മാത്രം പറ്റുന്നൊരു സംവിധാനമാണ് ഇത്. ഇനി വേറൊരു കുണുക്ക് വിദ്യ കാണിച്ചു തരാം അടുത്തത്. ഓക്കെ, അടുത്തത് വേറൊന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വണ്ടി ഗിയറിലാണ്, ഹാൻഡ് ബ്രേക്ക് ഇല്ല.
ക്ലച്ച് നമ്മൾ ഫുള്ള് പ്രസ് ചെയ്തിട്ടുണ്ട്, ബ്രേക്കും ചെയ്തിട്ടുണ്ട്. ഇനി മെല്ലെ നൈസായിട്ട് പഴയ കാലത്ത് ജീപ്പ് ഡ്രൈവർമാർ കാണിച്ച പോലെ കാലിൻ്റെ ഒരു സൈഡ് കൊണ്ട് മെല്ലെ ആക്സിലേറ്റർ നല്ല പമ്പ് ചെയ്യും. അപ്പോൾ നല്ല വണ്ടി റേസ് ചെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ, റേസ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മെല്ലെ ക്ലച്ച് ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് വണ്ടി ഒരു പക്ഷേ എന്താവും പുറത്തേക്ക് ഇറങ്ങും. വണ്ടി മൂവ് അഥവാ ക്ലച്ച് ഇങ്ങനെ റേസ് ആവുന്നതനുസരിച്ച് വണ്ടി എഞ്ചിൻ വർക്ക് നന്നായിട്ട് ചെയ്യുമല്ലോ. അപ്പം മെല്ലെ ആക്സിലേറ്റർ ഇങ്ങനെ കൊടുക്കുക, ബ്രേക്കുമ്പോൾ കാലെടുക്കുക. ഓക്കെ, അതെ, ഒരു പൊടി ഇറങ്ങൂല. ഇത് ഈ പറഞ്ഞ മാതിരി നല്ല എക്സ്പീരിയൻസ് ആളുകൾ മാത്രം ചെയ്യുന്ന പരിപാടി കേട്ടോ. അപ്പോൾ ഈ ഒരു 3 വിദ്യയാണ് നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ ഒരുപാട് ആളുകൾ ചെയ്ത് കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷേ ഇനി ഞാൻ പറഞ്ഞത് ഇതിൻ്റെ പ്രസക്തി ഇനിയാണ് ഇരിക്കുന്നത്. കാരണം മെയ് മാസം മുതൽ നമ്മുടെ ലൈസൻസിൻ്റെ ടെസ്റ്റ് മൊത്തം മാറാൻ പോവാണ്. അപ്പോൾ ഇതാണ് 3 ട്രിക്കുകൾ. ഞാൻ വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ ഇതെല്ലാവരും ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടതാണ്. പക്ഷെ അന്നൊക്കെ ഡ്രൈവിംഗ് എന്നുള്ളൊരു സംഭവത്തിന് വേണ്ടി. പക്ഷേ ഇനി ഡ്രൈവർ ആവണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം. ആ ലൈസൻസ് കിട്ടണമെന്നെങ്കിൽ ഇതുപോലത്തെ ഐഡിയകളൊക്കെ ചെയ്യേണ്ടി വരും. അഥവാ ഓടിച്ച് പരിചയമുള്ള ആളുകൾക്ക് മതി ലൈസൻസ്. ഞാൻ നേരത്തെ പറഞ്ഞത് 70% ആളുകളും വണ്ടി ഒന്ന് ഉരുട്ടാൻ പഠിച്ചാൽ വണ്ടി ലൈസൻസ് കൊടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും കൊണ്ടുപോയി കുത്തി അപകടം വരുത്തി മറ്റുള്ളവരെയും കൂടി സ്വീപ്പാക്കാൻ നിൽക്കുകയാണ്. എന്തിനാണ് അങ്ങനത്തെ ലൈസൻസിൻ്റെ ആവശ്യം? എന്താ? വണ്ടി ഡ്രൈവർമാർ പറയുമ്പോൾ അത്യാവശ്യം എക്സ്പീരിയൻസ് ആയിരിക്കണം, അത്യാവശ്യം കളിക്കുന്ന ആളായിരിക്കണം. പക്ഷെ എന്നിട്ടും എക്സ്പീരിയൻസ് ആളുകളും കളിക്കുന്നുണ്ട് കേട്ടോ, അവരെ ഞാൻ സപ്പോർട്ട് ചെയ്യല്ല. പക്ഷെ എന്തായാലും ഈ ഒരു സംഭവത്തിന് എന്തായാലും നമ്മുടെ ഗണേഷ് കുമാറിന് സാറിന് വലിയൊരു ലൈക്ക്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഒരുപാട് ആളുകൾ ഇത് അറിയാത്ത ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ, ഷെയർ ചെയ്ത് കൊടുത്തോ. ഇപ്പോൾ പല ആളുകളും വന്നു കമൻറ്റ്, വെറുതെ ഞങ്ങൾക്ക് അറിയാം ചങ്ങായിമാരെ തന്നെ, പക്ഷെ അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. ഓക്കെ, ബൈ.